യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ പൊന്നുനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പരസ്പരം കാണുവാനും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനും അതിനെ ഓർത്ത് ചിന്തിക്കുവാനും വിചിന്തനം നടത്തുവാനും ഒക്കെ ദൈവം തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ശുശ്രൂഷകളൊക്കെ കേട്ട് അനുഗ്രഹമായി തീരുന്ന അനേകം മക്കൾ, അവരെയൊക്കെ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. ദൈവം നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന ജീവന്റെ തിരുവചനമെന്ന് പറയുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള തിരുവചനമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള തിരുവചനമാണ്. അവിടെ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കുന്നുണ്ട്. ഗിലെയാദിലെ തിശ്ബനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞാലല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാട് വീണ്ടും ഉണ്ടായതെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെല്ലുക, യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു രാജാവിൻ്റെ മുഖത്ത് നോക്കി ഏലിയാവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പറഞ്ഞാലല്ലാതെ എൻ്റെ ദൈവം ഈ ദേശത്തിന് മഞ്ഞോ മഴയോ പെയ്യിക്കില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ടാകും. ഒന്നുകിൽ അവൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാകാം, അവൻ്റെ സ്വഭാവം കൊണ്ടാകാം, പെരുമാറ്റം കൊണ്ടാകാം, അവൻ്റെ ഭരണത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാകാം. എന്ത് കാരണത്താലായിരുന്നാലും രാജാവിൻ്റെ മുഖത്ത് നോക്കി ഏലിയാവ് പറഞ്ഞു, എൻ്റെ ദൈവം പറയാതെ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ എൻ്റെ ദൈവം വിദേശത്ത് മഴ പെയ്യില്ല. ആഹാബിന് എന്തോ നീരസം തോന്നി. ഏലിയാവിനോട് എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന പേടി കാരണം യഹോവ വീണ്ടും ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് യഹോവയുടെ അരുളപ്പാട് പ്രകാരം യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടിനരികിലേക്ക് അവൻ പോയി. യോർദാൻ അക്കരെയുള്ള കെരീത് തോട്ടിലേക്ക് അവൻ കടന്നു ചെന്നു. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയ്ക്കകത്ത് അവനോട് ഇരിക്കാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു, ഒരു കാക്കയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് രാവിലെയും ഉച്ചയ്ക്കും മന്നയും ഇറച്ചിയും കൊണ്ടുതരാനായിട്ട്. മുൻപിലൂടെ ഓടുന്ന തെളിഞ്ഞ നീരുള്ള സുന്ദരമായ കെരീത് തോട് തൊട്ട് മുൻപിലുണ്ട്. ആ വെള്ളം നിനക്ക് ഇഷ്ടം പോലെ കോരി കുടിക്കാം. അപ്പോൾ ഇറച്ചിയും ആര് കൊണ്ടുതരും? കാക്ക കൊണ്ടുതരും. കാക്ക നമുക്കറിയാം, ചപ്പുചവറുകളുടെ ഇടയിൽ ചികഞ്ഞ് ഭക്ഷണം കണ്ടെത്തുന്ന ഒരു ഉത്കൃഷ്ടമായ ഒരു പക്ഷിയാണ് കാക്ക. ആർക്കും അതിനെ ഇഷ്ടമല്ല. നമ്മുടെ വീട് പരിസരത്ത് വന്നിരുന്ന് കരഞ്ഞാൽ നമ്മളതിനെ കല്ലെറിഞ്ഞ് ഓടിക്കും. എവിടെ വന്നിരുന്നാലും നമ്മളതിനെ കല്ലെറിഞ്ഞ് ഓടിക്കും. അടുത്തെങ്ങും ഇരുത്തില്ല. മറ്റു പക്ഷികളെ നമ്മൾ നോക്കുന്ന പോലെ കാക്കയെ നോക്കില്ല. കാക്ക കുളിക്കുന്നത് പോലും നമ്മൾ കണ്ടു നിൽക്കാറില്ല. ആരും വളർത്താറില്ല, ഓമനിക്കാറില്ല. ഈ കാക്കയോടാണ് ദൈവം പറഞ്ഞത്, ഏലിയാവിന് സമയത്തിന് അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുക്കാൻ. കാക്ക അതേപടി അനുസരിച്ചു. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സമയം തെറ്റാതെ കൃത്യസമയത്ത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, അത് തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും വിശപ്പുണ്ടെങ്കിലും, ആ കൃത്യസമയത്ത് അപ്പവും ഇറച്ചിയും ഏലിയാവിന് ഗുഹയിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. അത് കഴിച്ച് തോട്ടിലെ വെള്ളം കുടിച്ചാണ് ഏലിയാവ് ആ ഗുഹയ്ക്കുള്ളിൽ കഴിഞ്ഞത്. ഈ വരൾച്ച കാരണം തോട്ടിലെ വെള്ളത്തിൻ്റെ വരവിൻ്റെ ശക്തി കുറഞ്ഞു തുടങ്ങി. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങി. പിന്നെ ഒഴുക്ക് കുറഞ്ഞു. പിന്നെ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങി. പിന്നെ വെള്ളം വറ്റാൻ തുടങ്ങി. വെള്ളമില്ലാതായി. വെള്ളമില്ലാതെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുക? അതിൻ്റെ കൂടെ കാക്കയുടെ വരവിൻ്റെ സമയം തെറ്റാൻ തുടങ്ങി. കാക്ക അങ്ങനെ വരാതായി. വന്നാൽ തന്നെ തൻ്റെ ചുണ്ടിലെ അപ്പത്തിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങി. പിന്നീട് അത് കിട്ടാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ദൈവം ഏലിയാവിനോട് പറയുന്നത്, നീ അവിടെ നിന്ന് എഴുന്നേൽക്കുക.
എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിട്ട് ദൈവം പറഞ്ഞു, സിയോനോട് ചേർന്ന് സെറാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സെറാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. മറ്റൊരു സ്ഥലത്തേക്ക് അവനെ പറഞ്ഞു വിടിക്കണം. മറ്റൊരു സ്ഥലത്തേക്ക് ഏലിയാവിനെ ദൈവം പറഞ്ഞയക്കും. കാരണം ഇനി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഏലിയാവ് മരിച്ചു പോകും. വെള്ളമില്ല, കാക്കയ്ക്ക് സമയത്തിന് ആഹാരം കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല, വെള്ളമില്ല. അതുകൊണ്ട് ഏലിയാവ് മരിച്ചു പോകുമെന്നറിയാം. ആ ഏലിയാവിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് കിടക്കുന്ന സറാഫത്തിലേക്ക് ചെല്ലുക, അവിടെ പാർക്കുക എന്ന് ദൈവം അവനോട് പറഞ്ഞു. അവിടെ ചെന്ന് നീ ചെല്ലുമ്പോൾ ഒരു വിധവയെ കാണും, അവളോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, എല്ലാം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സറാഫത്തിലേക്ക് പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ അവളെ വിളിച്ചു എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോയപ്പോൾ ഒരു കഷ്ണം അപ്പം കൂടെ എൻ്റെ കയ്യിൽ കൊണ്ടുവരുമല്ലോ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമേ എനിക്ക് ഉള്ളൂ. ഞാൻ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുവന്ന് എനിക്കും എൻ്റെ മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരാട ഉണ്ടാക്കിക്കൊണ്ട് തരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീരുകയോ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയോ ഇല്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്നവൻ പറഞ്ഞു. സറാഫത്തിലെ വിധവയെ കണ്ടുമുട്ടി. ചെന്നപ്പോൾ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏലിയാവ് അവനോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം, ഭയങ്കര ദാഹമാണ്. അവൾ വെള്ളം എടുക്കാനായിട്ട് പോകുമ്പോൾ ഏലിയാവ് പറഞ്ഞു, എനിക്ക് ഒരു അപ്പം കൂടെ ഉണ്ടാക്കിക്കൊണ്ട് തരണം, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അന്നേരമാണ് അവൾ പറയുന്നത്, എൻ്റെ കലത്തിലാണെങ്കിൽ ആകെ ഒരു പിടി മാവും എൻ്റെ കലത്തിൽ ഒരു തുട എണ്ണയും കിടപ്പുണ്ട്. ഈ 2 ഐറ്റം എൻ്റെ കയ്യിലുള്ളൂ. ഒരു പിടി മാവും ഒരു തുട എണ്ണയുണ്ട്. ഇത് രണ്ടും കൊണ്ട് വേണം ഞങ്ങൾക്ക് 2 വയറ് നിറയാൻ. ഈ 2 ചുള്ളിക്കമ്പം കൊണ്ട് ചെന്ന് ഇത് തീ കത്തിച്ച് ഈ ഒരു പിടി മാവിലുള്ള അപ്പവും ഉണ്ടാക്കി ആ ഒരു തുട എണ്ണയ്ക്കകത്ത് ഇട്ട് അത് ചുട്ടെടുത്ത് ആ അപ്പം എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ കഴിച്ചിട്ട് സുഖമായിട്ട് മരിക്കാൻ. ഇനി വേറെ ഒന്നുമില്ല. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഒന്നുമില്ല. ആരും ഞങ്ങൾക്കൊന്നും തരുത്തുമില്ല, തരാനുമില്ല, സഹായിക്കാനുമില്ല. അത് ലാസ്റ്റ് ഞങ്ങളുടെ ആഹാരമാണ്. അത് കഴിച്ചിട്ട് മരിക്കും, അതിനുവേണ്ടി മാത്രമാണ്. അപ്പോൾ ഏലിയാവ് ഇത് കേട്ടിട്ട് അവളോട് പറഞ്ഞു, നീ പോയി ആദ്യം ചെയ്യേണ്ടത് എനിക്ക് വെള്ളവും എനിക്കൊരു അടയും ഉണ്ടാക്കിക്കൊണ്ടാണ്. അതിന് ശേഷമേ നീ നിന്റെ മകനും കഴിക്കാവൂ. ഫസ്റ്റിലെ കൊണ്ടുതരുന്ന എനിക്കായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഏലിയാവ് വീണ്ടും പറയുന്നത്, ഈ ഭൂമിയിൽ മഴ പെയ്യുന്നത് വരെ നിന്റെ കലത്തിലെ മാവോ നിന്റെ ഭരണിയിലെ എണ്ണയോ കുറഞ്ഞു പോവുകയില്ല, ഒരിക്കലും കുറയില്ല. എന്ന് മഴ പെയ്യുന്നു അന്നുവരെയും ഈ 2 സംഭവങ്ങൾ നിന്റെ ഭവനത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. കലത്തിലൊരു ശകലം പോലും മാവ് കുറഞ്ഞു പോകത്തില്ല, ഭരണിയിൽ എണ്ണ കുറഞ്ഞു പോകത്തില്ല, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു വലിയ അത്ഭുതം അവർ വീട്ടിൽ സംഭവിച്ചു. ഏലിയാവിനെ കൊണ്ടുപോയി അവൾ അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ ഭരണി നിറയാൻ തുടങ്ങി. കോരും തോറും നിറഞ്ഞു വരാൻ തുടങ്ങി. എണ്ണയും അതുപോലെ എടുക്കും തോറും നിറഞ്ഞൊഴുകാൻ തുടങ്ങി.
അവൾ പാത്രങ്ങൾ ശേഖരിച്ചു, പാത്രങ്ങളിലേക്ക് പകർന്നു വെക്കാൻ തുടങ്ങി. ആ എണ്ണ അവൾ വിറ്റു. ആ എണ്ണ വിറ്റ് കുറേ കടബാധ്യതകൾ അവൾ തീർത്തു. എന്നിട്ടും എണ്ണയും മാവും തീരുന്നില്ല. അത് കുളിച്ചു പൊങ്ങിക്കൊണ്ടേയിരുന്നു മഴ പെയ്യുന്ന കാലത്തോളം. ഇതൊരു വലിയ അത്ഭുതമാണ്. ഞാൻ പറഞ്ഞു വന്നത് അതിന് ശേഷമുള്ള ഒരു സംഭവം ഈ വേദഭാഗത്ത് പറയുന്നത്. അതിനുശേഷം ഈ വിധവയുടെ മകൻ രോഗബാധിതനായി. അവൻ മരണത്തിലേക്ക് മാറ്റപ്പെട്ടു. അവൻ മരിച്ചു, അവൻ്റെ ജീവൻ പോയി. ഇതറിഞ്ഞ ഏലിയാവ് അവിടെ വന്നു. ഏലിയാവ് അവിടെ വന്നിട്ട് ഈ കുഞ്ഞിനെ നോക്കി കരയാൻ തുടങ്ങി. ദൈവത്തോട് മറുതലിക്കാൻ തുടങ്ങി. ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി എന്താണ് ഇതിന് കാരണമെന്ന്. അങ്ങനെ അവൻ ആ കുഞ്ഞിൻ്റെ നെഞ്ചത്ത് കിടന്ന് കരയാൻ തുടങ്ങി. ഞങ്ങൾ കാരണം, ഞാനിവിടെ വന്നത് കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ലോകം പറയരുത്. അതുകൊണ്ട് ഇവന് ജീവൻ തിരിച്ചു കൊടുക്കണം. ഞാൻ വന്ന ഒറ്റ കാരണത്തിൽ ഇവന് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കേൾക്കരുത്. ഇവന് ജീവൻ തിരിച്ചു കൊടുക്കണം. ആ കുഞ്ഞിൻ്റെ നെഞ്ചത്ത് കിടന്നുകൊണ്ട് ഏലിയാവ് ദൈവത്തോട് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കേട്ടുകൊണ്ട് ദൈവം തമ്പുരാൻ വിധവയുടെ മകന് ജീവനെ തിരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവന് ജീവൻ കിട്ടി. ജീവൻ കിട്ടിയ കുഞ്ഞിനെയും എടുത്ത് തോളിലിട്ടുകൊണ്ട് ഏലിയാവ് അവൻ്റെ മാതാവിൻ്റെ അടുക്കൽ കൊണ്ട് കിടത്തി. കുഞ്ഞിന് ജീവനുണ്ട്. അവൻ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ വിധവയുടെ നാവിൽ നിന്ന് ഒരു വാക്ക് പുറത്തേക്ക് വരുന്നത്. അതിനു മുമ്പ് കലത്തിലെ മാവ് വർദ്ധിപ്പിച്ചപ്പോഴോ ഭരണിയിലെ എണ്ണ വർദ്ധിപ്പിച്ചപ്പോഴോ അവൻ അത്ഭുതങ്ങൾ ചെയ്തപ്പോഴോ ഒന്നും പറയാത്ത ഒരു കാര്യം തൻ്റെ കുഞ്ഞിനെ ജീവനെ കിട്ടിയപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു. അവൾ എന്താ വിളിച്ചു? ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. 17-ാം അധ്യായം അതിൻ്റെ ലാസ്റ്റ് വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 23-24 തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രകാരം പറയുന്നുണ്ട്. ഏലിയാവിനോട് നീ ദൈവപുരുഷനാണെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയും. ഇതായിരുന്നു അവളുടെ സാക്ഷ്യം. നീ ഒരു ദൈവപുത്രനാണെന്നും നീ ഒരു ദൈവപുരുഷനാണെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമാണെന്നും ഞാൻ അറിയും. ഇതായിരുന്നു ഏറ്റവും വലിയ സാക്ഷ്യം. അവളുടെ കലത്തിലെ മാവ് കുറഞ്ഞു പോയപ്പോഴോ അത് വർദ്ധിപ്പിച്ച് കിട്ടിയപ്പോഴോ ഭരണിയിലെ എണ്ണ കുറഞ്ഞപ്പോഴോ വർദ്ധിപ്പിച്ച് കിട്ടിയപ്പോഴോ അല്ലെങ്കിൽ മറ്റത്ഭുതം കണ്ടിട്ടോ ഒന്നുമല്ല അവൾ ഈ സാക്ഷ്യം പറഞ്ഞു. അവിടെ കുഞ്ഞിന് ജീവനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ അവള് ഒരു വലിയ സാക്ഷ്യം, അവിടെ ഉള്ളിൽ നിന്നുള്ള ഒരു സാക്ഷ്യമാണ് പുറത്തേക്ക് വന്നത്. നീ ദൈവപുത്രനാണ്, ദൈവപുരുഷനാണ്. നിന്റെ നാവിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകൾ ദൈവസത്യമാണ്. ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് പറയുന്നവരുണ്ട്. ഒരിക്കലും നീ അനുഗ്രഹിക്കപ്പെടില്ല എന്ന് പറയുന്നവരുണ്ട്. നിനക്കൊരു ജീവിതമില്ല എന്ന് പറയുന്നവരുണ്ട്. എല്ലാം ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് പറയുന്നവരുണ്ട്. എല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നു എന്ന് പറയുന്നവരുണ്ട്. നിനക്ക് എന്തുണ്ട് സ്വന്തമായിട്ടെന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ലേ? അങ്ങനെ ഏതെല്ലാം വിധത്തിലുള്ള ചോദ്യങ്ങളുടെ നടുവിലാണ് പ്രിയമുള്ള മക്കളെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ചില പ്രതികൂലങ്ങള്, ചില പ്രതിസന്ധികള്
ചില കൊടുങ്കാറ്റുകൾ, ചില തിരമാലകൾ, ചില രോഗപീഠകൾ, മാനസിക തകർച്ചകൾ, ജീവിത നിരാശകൾ, ഒറ്റപ്പെടേണ്ട അവസ്ഥകൾ, ഇതൊക്കെ നിന്റെ ഹൃദയത്തിലിരിക്കുന്ന ആ ശുശ്രൂഷയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഉള്ളതാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ശുശ്രൂഷയെ പുറത്തു കൊണ്ടുവരണം. അതിനു വേണ്ടി ചെയ്യുന്ന ചില പ്രവർത്തികളാണ് ദൈവം അനുവദിച്ചത്. നമുക്കറിയാം, യോബിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ യോബിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു, അല്ലേ? പ്രതികൂലങ്ങളുണ്ടായിരുന്നു. അവസാനം ദൈവം പിശാചിനെ അവനെ വിട്ടുകൊടുത്തു. ശരീരത്തിന്റെ കാലിന്റെ നഖം മുതൽ തല വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, വസ്ത്രം ധരിക്കാൻ വയ്യ, ആഹാരം കഴിക്കാൻ വയ്യ, പൊട്ടി ഒഴുകുന്ന അവസ്ഥ. ആ അയ്യോബിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ശുശ്രൂഷയാണ് ദൈവം കണ്ടതും പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. അവസാനം അതിൽ രക്ഷപ്പെട്ടു. ദൈവം അവൻ കൊണ്ടുവന്നു, പുറത്തു കൊണ്ടുവന്നു. യോബ് എന്താ പറഞ്ഞത്? ഇതെൻ്റെ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇതാണ്ട് ഉള്ളിൽ കിടന്ന ശുശ്രൂഷയാണ്, മൂടി വെച്ചിരുന്ന ശുശ്രൂഷയാണ്. അതിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. അങ്ങനെയാണ് ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തിന് വചനം പറയുന്നില്ലേ, നിന്റെ തലയിലെ ഒരു മുടിനാരിഴ ഒഴിഞ്ഞു പോകുന്നത് പോലും ദൈവം അറിയുന്നുണ്ട്. അത്രമാത്രം നിന്നെ കരുതുന്ന ദൈവമാണ്. അപ്പം നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അവൻ അറിയുന്നവനാണ്. അതൊക്കെ ഈ ശുശ്രൂഷകളെ പുറത്തു കൊണ്ടുവരുവാനും നിന്നെ അതിൽ ബലപ്പെടുത്തുവാനും വേണ്ടിയാണ്, നിന്നെ അതിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 13, 14, 15 തിരുവചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന, അവനെ മുറുകെ പിടിക്കുന്ന, അവനെ ആരാധിക്കുന്ന, അവനെ സ്തോത്രം ചെയ്യുന്ന, അവനെ മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അവൻ അയച്ചത്. മനസ്സിലായോ? നശിച്ചു പോകാൻ വേണ്ടിയില്ല. എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് തകർച്ച വന്നാലും നീ നശിക്കാനല്ല ഇത്. എത്ര ശത്രുവിൻ്റെ ആയുധങ്ങൾ കടന്നു വരട്ടെ, നീ തകരില്ല. നിന്നെ തകർക്കാനല്ല. അവിടെ നിന്നിലുള്ള ശുശ്രൂഷയെ ബലപ്പെടുത്തുവാനാണ് ദൈവം നോക്കുക. നിന്റെ മേലിട്ടിരിക്കുന്ന വാഗ്ദത്തത്തെ ബലപ്പെടുത്തുവാനാണ് ദൈവം നോക്കുക. അതിൻ്റെ പ്രിയമുള്ള മക്കളെ, നമ്മൾ പ്രാർത്ഥിച്ച് അത് നേടണം. നിരാശപ്പെട്ട് താഴേക്ക് പോകാതെ, ആത്മഹത്യയുടെ വക്കോളത്തെ എത്തുന്ന അവസ്ഥയിലേക്ക് പോകാതെ, നീ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് തീരുമാനിക്കാതെ, എനിക്കൊരു ജീവിതമില്ല എന്ന് തീരുമാനിക്കാതെ, നീ മരണമേ ഉള്ളൂ എന്ന് ചിന്തിക്കാതെ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം. നിന്നിലുള്ള ശുശ്രൂഷയെ നീ ബലപ്പെടുത്തണം, അതിന് പ്രാർത്ഥിക്കണം. ദൈവം നിന്റെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയിലും ദൈവം നിന്റെ കൂടെയുണ്ട്. ഏത് ആപത്തുകളിലും ദൈവം നിന്റെ കൂടെയുണ്ട്. ചേർന്ന് നടക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട. നിന്നിലുള്ള ശുശ്രൂഷയെ ബലപ്പെടുത്തുക. അത് നീ തന്നെ ലോകത്തിൻ്റെ മുൻപിൽ ഒരു സാക്ഷ്യമായിട്ട് വിളിച്ചു പറയുക. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുക. ഏലിയാവിനെ പെരൂത് തോട്ടിനകത്ത് ഒളിപ്പിച്ചിരുത്തി, വെള്ളം കൊണ്ട് കൊടുത്തു, അപ്പം കൊണ്ട് കൊടുത്ത് ഇറച്ചു കൊടുത്തു. അതിൻ്റെ വരവ് കുറഞ്ഞു, ഒന്നും കിട്ടാതായി. അവിടെ നിന്ന് അടുത്ത സ്ഥലത്ത് കൊണ്ടുവന്നു, വിധവയുടെ വീട്ടിൽ കൊണ്ടുവന്നു. വിധവയുടെ വീട്ടിലും അത്ഭുതങ്ങളെ ചെയ്തു കൊടുത്തു. കലത്തിലെ മാവ് നിറച്ചു കൊടുത്തു, ഭരണിയിലെ എണ്ണ നിറച്ചു കൊടുത്തു. അവരുടെ കടം വീട്ടി സുഖമായി ജീവിക്കുമ്പോൾ അവിടെ വേറെ പ്രശ്നം. എൻ്റെ മകൻ മരിച്ചു, മകന് ജീവൻ കൊടുക്കാൻ കഴിഞ്ഞു. അവൻ്റെ ജീവനെ കിട്ടിയപ്പോഴാണ് ആ വിധവ തൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തിയത്. നീ ഒരു ദൈവപുരുഷനാണ്, ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം, യോഹന്നാന് കിട്ടിയ വെളിപ്പാടിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആദ്യ അധ്യായത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ
സത്യമാണ്, ഇത് വിശ്വാസയോഗ്യമാണ്, ഇത് പാലിക്കുന്നവൻ, ഏറ്റെടുക്കുന്നവൻ ഭാഗ്യവാനാണ്. തുടക്കത്തിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്ത് യോഹന്നാന് വെളിപ്പാടുണ്ടായതിൽ എഴുതിയതാണ്. വിശുദ്ധ ബൈബിൾ അതിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ സത്യമാണ്, വള്ളി പുള്ളി വിടാതെ സത്യമാണ്. ഏറ്റെടുക്കുന്നവൻ അനുഗ്രഹീതനാണ്, ഭാഗ്യവാനാണത് പാലിക്കുന്നവൻ. ഇത് വിശ്വസിക്കാം. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം പറയാനാണ്. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, ഈ ഒരു സന്ദേശം എല്ലാവരും ഏറ്റെടുക്കുക. നമ്മുടെ മേലൊരു വാഗ്ദത്വമുണ്ട്, നമ്മുടെ മേലൊരു വിളിയുണ്ട്, ഒരു ശുശ്രൂഷ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാത്രം ദൈവം ചെയ്യുന്ന ചില വേദനകൾ, ചില പ്രയാസങ്ങൾ, ചില ഞുറുക്കു വിദ്യകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ അവൻ നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ തകർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചത് നേടിയെടുക്കുക. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.